ഹലോ, വെൽക്കം ടു ജിന്നൂസ് ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. വീഡിയോയ്ക്കിടയിൽ ഞാൻ നമ്മുടെ ഗിവ് എവേയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹാങ്ങിങ് വിങ്കാസൊക്കെ നന്നായി പൂത്തെളിഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് ഹാങ്ങിങ് വിങ്കാസൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ് കേട്ടോ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പ്ലാൻസ് വാങ്ങുന്നുണ്ട്, കുറച്ച് പേര് വീഡിയോ കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഞാനിതിലൊന്നും തന്നെ എൻ്റെ സ്ഥലമോ എൻ്റെ പേരോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്താ പേര്, എവിടെയാണ് സ്ഥലം, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ പേര് വന്നിട്ട് ജാൻസി എന്നാണ് കേട്ടോ. എൻ്റെ സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്രം ജില്ലയിൽ കിളിമാനൂർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, നമ്മുടെ കൊല്ലം ട്രിവാൻഡ്രം ബോർഡർ അങ്ങനെ പറയാം, അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഒരു 6 വർഷമായി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആദ്യം ഞാൻ ഈ സിംഗിൾ പെറ്റലിൻ്റെ കട്ടിങ്സൊക്കെ സെയിൽ ചെയ്തിട്ടാണ് കേട്ടോ തുടങ്ങിയത്. അത് ഞാൻ വളർത്തിയതൊന്നുമല്ല, എൻ്റെ ഉമ്മ വളർത്തിയ കുറച്ച് സിംഗിൾ പെറ്റലിൻ്റെ ബോൾസ്, കുറച്ചല്ല ഒരുപാടുണ്ടായിരുന്നു കളക്ഷൻ. അതിൽ നിന്നൊക്കെ കുറച്ച് കട്ടിങ്സൊക്കെ അടിച്ച് മാറ്റിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല ആരാധകരുണ്ടായിരുന്നു സിംഗിൾ പെറ്റൽ ബോൾസത്തിന്. അന്നേരം ഞാൻ ഓർത്തേ എന്താ നമുക്ക് പിന്നെ സിംഗിൾ പെറ്റലിന് ഇത്രയും ഫാൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡബിൾ പെറ്റൽ ചെയ്തുകൂടാ. അന്ന് നമ്മുടെ കയ്യിൽ 2 ഡബിൾ പെറ്റലുണ്ട് കേട്ടോ, വൈറ്റും ഉണ്ട്, എന്താ പറയുക ബേബി പിങ്കും ഉണ്ട്. അന്നേരം ഞാനൊരാൾക്ക് സിംഗിൾ പെറ്റലിൻ്റെ കട്ടിങ്സ് അയച്ചു കൊടുത്തപ്പോൾ ചുമ്മാ അതിനകത്തൊരു ഡബിൾ പെറ്റലിൻ്റെ കട്ടിങ്സും കൂടി വെച്ച് കൊടുത്തു. ഒരു ഫ്ലവറോട് കൂടി ഒരു ഡബിൾ പെറ്റലിൻ്റെ കട്ടിങ്സ് വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോഴും ഞാൻ ആ ചേട്ടൻ്റെ പേര് ഓർക്കുന്നു. ആദ്യമായിട്ട് എനിക്ക് പേയ്മെൻറ്റ് ചെയ്ത് തന്ന റെജി കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. 6 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടും ഇല്ല. പക്ഷേ ഇന്നും ആദ്യമായിട്ട് പേയ്മെൻറ്റ് എന്നെ വിശ്വസിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പ്ലാന്റ് സെയിലിൻ്റെ രീതിയിൽ ആദ്യമായിട്ട് വന്നൊരു പേയ്മെൻറ്റാണ് കേട്ടോ അത്. അതിന്ന് ഞാൻ അത് ഓർക്കുന്നുണ്ട്. അന്നേരം ആ ചേട്ടൻ എന്തോ ചെയ്ത ഇത് ഫേസ്ബുക്കിലേക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു, പ്ലാന്റ് ഫ്രഷായിട്ട് കിട്ടി എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഈ ഡബിൾ പെറ്റലിൻ്റെ പൂവിങ്ങനെ അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ. അന്നേരമാണ് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അന്നേരം എനിക്കൊരുപാട് മെസ്സേജസ്, എനിക്കറിയില്ല, ഒരു രാത്രി കൊണ്ട് എൻ്റെ ഇൻബോക്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. ഈ ഒരു ബേബി പിങ്ക് ചോദിച്ചുകൊണ്ട് ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി. കാരണം ഇത്രയ്ക്ക് ആരാധകരുണ്ടോ ഇതിനെന്ന് ഞാൻ ഓർത്തുപോയി. പക്ഷേ നമുക്കെന്താ അത്രയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല താനും. അങ്ങനെ ഞാൻ ഓർത്തു ഇത് കൊള്ളാമല്ലോ, അപ്പോൾ നമുക്ക് ഈ മൾട്ടിപ്പറ്റ് ബോയ്സും കളക്ട് ചെയ്ത് തുടങ്ങാം എന്ന് ഓർത്തിട്ട് ഞാൻ അതിനുള്ള വഴികൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ നമുക്ക് ജെന്യുവിനായിട്ടുള്ള സെല്ലേഴ്സിനെ ഒന്നും ആദ്യം കിട്ടിയില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ മേടിച്ചിട്ട് പ്ലാൻസ് അയച്ചു തരാത്തവരൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സൂര്യ ആര്യ എന്ന് പറയുന്ന 2 കുട്ടികൾ, അവർ എനിക്ക് പ്ലാൻസ്, അതായത് റെഡ്, നമ്മുടെ മൾട്ടിപ്പറ്റ് ബോയ്സിൻ്റെ റെഡ്, ഓറഞ്ച്, മജന്ത അങ്ങനെയൊക്കെയുള്ള കളേഴ്സൊക്കെ അയച്ചു തന്നു. ഒത്തിരി വർഷം മുമ്പാണെങ്കിൽ പോലും ഞാൻ അവരെ ഓർക്കുന്നു. കാരണം അവരയച്ചു തന്ന ആ പ്ലാന്റാണ് ഇപ്പോഴും, അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞാൻ അവരെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ് കേട്ടോ. പിന്നെ പലരുടെ അടുത്തു നിന്ന് നമ്മൾ പല ഓരോ കളേഴ്സുകളായിട്ടൊക്കെ കളക്ട് ചെയ്ത് ഇപ്പം നമ്മുടെ കയ്യിലൊരു 35+ വെറൈറ്റീസ് മൾട്ടിപ്പറ്റ് ബോൾസത്തിൻ്റെതുണ്ട് കേട്ടോ. അതിൽ ഒരു 27-30 കളേഴ്സോളം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നമുക്കിപ്പോൾ കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മുടേതായിട്ട് മാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ടത് പ്ലാന്റാക്കി എടുക്കാനും പറ്റില്ല നമുക്ക്. കാരണം വളരെ സെൻസിറ്റീവാണ് ആ പ്ലാന്റുകൾ. നമ്മൾ ചിലപ്പോൾ ഒരു 5 പ്ലാന്റ് ആക്കുമ്പോൾ അടുത്ത 5 പ്ലാന്റ് ആദ്യം നിന്നത് പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെയുള്ളത് കൊണ്ടാണ് അതൊന്നും നമ്മൾ സെയിലിലേക്ക് വെക്കാത്തത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്നും എന്താ പറയുക, നമുക്ക് ഒത്തിരി നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ടച്ച് വുഡ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് വളരെ വിരളമായിട്ടാണ്. അതൊക്കെ ഞാൻ അതിൻ്റേതായ രീതിയിൽ വിട്ടിട്ട് പോസിറ്റീവ് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ കാര്യങ്ങൾ.
പിന്നെ വന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നമുക്ക് നടന്നു പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി എനിക്ക്. ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ വരുമെന്നോ, ഇത്രയും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമെന്നോ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അധികം ആരുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് നേരത്തെ പണ്ട് മുതലേ അങ്ങനെ ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, പഠിച്ചവൻ എന്നെ കൊണ്ടെത്തിച്ചത് ഈ ഒരു ഫീൽഡിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം ഒത്തിരി പേര് നമ്മുടെ എന്താ പറയുക, അവർ നമ്മളോട് പറയുന്നത്, ഇത്രയും സ്നേഹത്തോടെ പറയുന്നത് മോളെപ്പോലെയാണ്, അല്ലെങ്കിൽ ഒരു അനിയത്തി പോലെ തന്നെയാണ് എന്ന് പറയുന്നവർ, അവരുടെ വീട്ടിലെ ഓരോ സന്തോഷങ്ങളും നമ്മളെ വിളിച്ചിട്ട് ആ ഒരു സന്തോഷം അറിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നവർ. അടുത്ത സമയത്ത് ഒരു ചേച്ചി രാവിലെ ഏറ്റവും രാവിലെ എന്നെ കോൾ ചെയ്യുക. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞത്, എന്താ പറയുക, ആ ചേച്ചിയുടെ മോള് പ്രഗ്നൻ്റാണ്, ഈ സന്തോഷം ഞാൻ എൻ്റെ കുഞ്ഞിനോട് പങ്കുവെക്കണ്ടേ എന്ന് ചോദിച്ച നമ്മുടെ ലത ചേച്ചി വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ആ ചേച്ചിയുടെ ഏറ്റവും വലിയ സന്തോഷം അതെന്നോട് അത്രയും രാവിലെ അറിഞ്ഞപ്പോൾ അതെന്നോട് ഷെയർ ചെയ്തത്, അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ പേരെടുത്ത് പറയാൻ ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്നും തീരത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ ഛത്തീസ്ഗഡിലുള്ള നമ്മുടെ കൃഷ്ണ ചേച്ചി, എന്താ പറയുക, എനിക്ക് പുറത്തേക്ക് പ്ലാൻസ് അയക്കാൻ ഭയങ്കര പേടിയായിരുന്നു, ഡാമേജ് ആയി പോകുന്നു. അപ്പോൾ എങ്ങനെ പാക്ക് ചെയ്ത് അയക്കണം എന്ന് വരെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പ്ലാന്റ് നമ്മളെ കൊണ്ട് അങ്ങോട്ടേക്ക് അയപ്പിച്ച്, മൾട്ടിപ്പിൾ ബോൾസാണ് പുള്ളിക്കാരി. ഇപ്പോഴൊന്നും അല്ല, ഒരു 4 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. അയപ്പിച്ചിട്ട് അതവിടെ ശരിക്കും പിടിപ്പിച്ചിട്ട് ആ പിക്ക് എനിക്ക് ഇട്ട് തന്ന് എൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഞാൻ പുറത്തേക്കും പ്ലാൻസുകൾ അയക്കാനായിട്ടുള്ള എൻ്റെ ആ ഒരു ധൈര്യം എനിക്ക് തന്നത് കൃഷ്ണ ചേച്ചിയാണ്. അപ്പോൾ അതും ഞാനിവിടെ ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൽ ഈ ഫീൽഡിൽ തന്നെ, സെയിൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവർ പലരും, ചേച്ചി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുറേ പേര് ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇതെങ്ങനെയാണ് നിങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഈ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, എന്തൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും, പിന്നെ വീഡിയോ കാണുമ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ട്, ചെടി വളർത്താൻ തോന്നുന്നുണ്ട്, സെയിൽ ചെയ്യാൻ തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇനി ഒരിക്കൽ ചെയ്യാം. അപ്പം ബാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു വിശേഷം ഇവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് ഗിവ് എവേയിലേക്ക് പോകാം. അപ്പോൾ ഗിവ് എവേയുടെ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം ഞാൻ പറയാം കേട്ടോ. നമ്മൾ 5 പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെയാണ്. കൊറിയർ ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വിജയികളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നില്ല. നമ്മൾ 5 കോംബോ, അതായത് ആദ്യത്തെ 3 കോംബോ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബോൾസത്തിൻ്റെ പ്രീമിയം വെറൈറ്റീസ് 4 കളറ്, പ്രീമിയം പിങ്ക്, പ്രീമിയം റെഡ്, പ്രീമിയം വയലറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ഉജാല ഷെയ്ഡ്, അതിൻ്റെ ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്തിട്ട് 3 പേർക്കാണ് കേട്ടോ ഞാൻ മൾട്ടിപ്പിൾ ബോൾസത്തിൻ്റെ കോംബോ കൊടുക്കുന്നത്. നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹാങ്ങിങ് മിങ്കയുടെ 5 ഹാങ്ങിങ് മിങ്കയുടെ കോംബോയാണ് കേട്ടോ. ലാസ്റ്റായിട്ട് കൊടുക്കുന്ന കോംബോ നമ്മുടെ മൾട്ടിപ്പിൾ ബോൾസത്തിൻ്റെ പ്രീമിയം വെറൈറ്റി 2 കളറും 2 എക്സോട്ടിക് ഹാങ്ങിങ് മിങ്കയുടെ 2 പ്ലാന്റും നമ്മുടെ റെഡ് പെറ്റൂണിയയുടെ 1 പ്ലാന്റും ചേർത്ത് 5 പ്ലാന്റാണ് കേട്ടോ അടുത്ത ലാസ്റ്റ് വിജയിക്ക് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 5 പേർക്കായിട്ട് ഈ ഒരു 5 കോംബോയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഉജാല ഷെയ്ഡ്. എന്ത് ഭംഗിയല്ലേ, നമ്മുടെ മൾട്ടിപ്പിൾ ബോൾസത്തിലെ ഏറ്റവും സുന്ദരിയാണ് കേട്ടോ ഇവൾ. നമുക്ക് പ്ലാന്റുകൾ റെഡി ആവുന്നുണ്ട് കേട്ടോ. 10-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ പ്ലാന്റിന്, അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഞാൻ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെന്താ പറയുക, ഇനി നമുക്ക് റൂൾസ് നോക്കാം കേട്ടോ. എന്താണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. സെക്കൻഡ് വന്നിട്ട് ഈ വീഡിയോ
എന്താ പറയുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടിരിക്കണം. അടുത്തത് ഒരു കമൻ്റ് ഇടണം കേട്ടോ. കമൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലാന്റിനെ പറ്റിയുള്ള കമൻ്റ് ഇടാം, അല്ല ഇനി എന്നെപ്പറ്റി എന്തെങ്കിലും കമൻ്റ് ഇടാനുണ്ടെങ്കിൽ അതിടാം, അതല്ലെങ്കിൽ ഒരു ഓണാശംസയോ നിങ്ങൾക്ക് എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാൻ പറ്റും. നമ്മൾ റാൻഡം കമൻറ്റ് പിക്കർ ഉപയോഗിച്ചായിരിക്കും കേട്ടോ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 25 വരെയും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഗസ്റ്റ് 26 തീയതി ആയിരിക്കും നമ്മൾ വിജയികളെ അനൗൺസ് ചെയ്യുന്നത്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ വിജയികളെ റാൻഡം കമൻറ്റ് പിക്കർ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടക്കം റെക്കോർഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പ്ലാൻസ് ഒരു സെപ്റ്റംബർ 1st വീക്കോടുകൂടി നമ്മൾ വിജയികൾക്ക് എല്ലാവർക്കും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്. അതുമൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെന്താണ്, അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ വന്നിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അതിൽ നിന്നും എന്താ പറയുക, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.